പ്രസിഡന്റ് ട്രംപ് അഭിനന്ദനങ്ങൾ. അമേരിക്കയുടെ അത്ഭുതകരവും നീതിയുക്തവുമായ ശക്തി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള അങ്ങയുടെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കും. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇസ്രയേൽ ശരിക്കും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു. നെതന്യാഹുവിൻ്റെ സന്ദേശമാണ്, അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നടപടിയിലൂടെ അമേരിക്ക ചെയ്തത് മറ്റാർക്കും ചെയ്യാനാവാത്തതാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തിലെ, ലോകത്തെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളെ ആക്രമിക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിച്ചതായി നാളെ ചരിത്രം രേഖപ്പെടുത്തും. ഈ ആക്രമണത്തിന്റെ ഒന്നാം ഘട്ടം വലിയ വിജയമായിരുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, 3 കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു. ലോകത്ത് മറ്റൊരു സൈന്യത്തിനും സാധ്യമാകാത്ത കാര്യമാണ് അമേരിക്കയുടെ സൈന്യം ചെയ്തത്. അത് വലിയ വിജയമാണ്. ഇറാൻ കഴിഞ്ഞ 40 വർഷമായി എന്ന് ട്രംപ് എടുത്തു പറയുന്നത് 79-ൽ ഇറാനിൽ ഇസ്ലാമിക ഭരണം വന്നപ്പോൾ, ഇസ്ലാമിക ഷിയ ഭരണം വന്നപ്പോൾ മുതലുള്ള കാലഘട്ടത്തിൽ ഒട്ടേറെ നിരപരാധികളെ കൊന്നൊടുക്കി നിരന്തരം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പ്രവർത്തിക്കുന്നു. അത്തരമൊരു രാജ്യത്തിന് ഇത് ശിക്ഷ നൽകിയിരിക്കുന്നു. ഒട്ടേറെ കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കാൻ ബാക്കിയുണ്ട് എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഇറാൻ ചർച്ചയിലേക്കും സമാധാന പാതയിലേക്കും വരണം, അല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ആക്രമണങ്ങൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ഇനി ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇറാന്റെ അവസാനം എന്നത് ട്രംപ് ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട